ഹലോ ഗായ്സ്, ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും മൂവി റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. റെട്രോ എന്ന് പറയുന്ന കാർത്തിക് സുബ്രാജിൻ്റെ പുതിയൊരു സിനിമ നമ്മൾ കാണുകയുണ്ടായി. ഇന്നാണ് കണ്ടത്. ഞായറാഴ്ച മെയ് 4-ാം തീയതിയാണ്. ഞാൻ ഇന്നാണ് സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് കാണാൻ ചെന്നിരുന്നു. തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പോൾ തിയേറ്ററിൽ. കാർത്തിക് സുബ്രാജും രചന ചെയ്ത സംവിധാനവും നിർവഹിച്ച വന്നിരിക്കുന്ന ഒരു ഇന്ത്യൻ തമിഴ് ഭാഷ റൊമാൻറ്റിക് ആക്ഷൻ ചിത്രമാണ്. റെട്രോ എന്നാണ് ഈ സിനിമയുടെ പേര്. സ്റ്റോൺ ബെഞ്ച് ക്രിയേഷൻസും 2D എൻ്റർടൈൻമെൻറ്റും ചേർന്നാണ് ഈ ചലച്ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചലച്ചിത്രത്തിൽ ജയറാം, ജോജു ജോർജ്, കരുണാകർ, നാസർ, പ്രകാശ് രാജ്, സുജിത് ശങ്കർ, പ്രേംകുമാർ, രാമചന്ദ്രൻ, ദുരൈരാജ്, രമ്യ സുരേഷ് എന്നിവർക്കൊപ്പം സൂര്യയും പൂജ ഹെഗ്ഡെയുമാണ് പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്നത്. പൂജ എന്ന് പറയുന്നൊരു നടിയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. 2023 മാർച്ചിൽ സൂര്യ 44 എന്ന താൽക്കാലിക ശീർഷകത്തിലാണ് ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കാരണം ഇത് സൂര്യയുടെ 44-ാമത്തെ ചിത്രമാണ് എന്നാണ്. 44-ാമത്തെ ചിത്രമായിരുന്നു. ചിരിയുദ്ധം എന്നീ ടെക്ലൈനോടൊപ്പം ഔദ്യോഗിക പേര് 2024 ഡിസംബറിൽ പ്രഖ്യാപിച്ചു. പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി ആരംഭിച്ച് 2024 ജൂണിൽ ഒക്ടോബർ ആദ്യത്തോടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി. അണ്ടമാൻ നിക്കോബാർ ദ്വീപുകൾ, ഊട്ടി, കേരളം, ചെന്നൈ എന്നിവിടങ്ങളായിരുന്നു ചിത്രീകരണ സ്ഥലങ്ങൾ. ഈ ചിത്രത്തിന്റെ സംഗീതം സന്തോഷ് കൃഷ്ണയും എഡിറ്റിംഗ് ഷഫീഖ് മുഹമ്മദ് അലിയുമാണ് നിർവഹിക്കുന്നത്. റെട്രോ 2025 മധ്യത്തോടെ തിയേറ്ററുകൾ റിലീസ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കഥാപശ്ചാത്തലം അക്രമാസക്തമായ ഒരു യുവാവാണ്. തൻ്റെ ഗുണ്ടാ ജീവിതം ഉപേക്ഷിക്കുന്നതായി തൻ്റെ ഭാര്യയ്ക്ക് വാക്ക് നൽകിയതിനു ശേഷം തൻ്റെ ഗുണ്ടാ ജീവിതം ഉപേക്ഷിക്കുന്നു. എന്നാൽ ശത്രുക്കളിൽ നിന്ന് അവൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഇതാണ് ഈ സിനിമയുടെ കഥാപശ്ചാത്തലം. അപ്പം വലിയൊരു അക്രമാസക്തനായ വ്യക്തിയായിരുന്നു സൂര്യയുടെ ക്യാരക്ടർ. ആ ക്യാരക്ടർക്ക് ചിരിയില്ല. ഒരു അസ്വാഭാവികമായൊരു രീതികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സൂര്യ പെർഫോമൻസ് ആണ് നമ്മൾ ഈ റെട്രോ എന്ന് പറയുന്ന ഈ സംവിധാനം നമുക്ക് തന്ന സിനിമ. കാർത്തിക് സുബ്രാജിന്റെ നല്ലൊരു ഡയറക്ഷൻ തന്നെയാണ്. ഒന്നും മോശമായിട്ടൊന്നും നമുക്ക് പറയാനില്ല. നിർമ്മാണം കാർത്തികേയൻ സന്താനം എന്നാണ് ഇതിന്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. കല്യാൺ സുബ്രഹ്മണ്യം, ജ്യോതിക സൂര്യയൊക്കെയാണ്. അപ്പോൾ മെയ് 1-ാം തീയതി തന്നെ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി. പലരും കണ്ടു കാണും. അപ്പോൾ സിനിമ ഭാഷ തമിഴിലാണ് ഞാനും കണ്ടത്. അപ്പോൾ ഒരു വലിയൊരു വെറൈറ്റി മൂവി തന്നെ ആയിരിക്കും ഈ റെട്രോ എന്ന് പറയുന്നത്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ പ്രേക്ഷകർക്ക് സൂര്യയിൽ നിന്ന് എന്താണ് കിട്ടേണ്ടതെന്ന് ആ ഒരു ഫീല് ഈ ഒരു സിനിമക്ക് ഭംഗിയായി കൊടുത്തു എന്നത് സൂര്യ എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം കടപ്പാടാണ്. അത് അദ്ദേഹം കുറെ കാലത്തിന് ശേഷം ഒരു നല്ലൊരു സിനിമ കൊണ്ടുവരുന്നു. ഒരു നല്ല സിനിമയിലൂടെ അയാൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു സിനിമ കമ്മിങ് ബാക്ക് വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവന്റെ ഒരു അഭിനയ രീതി തന്നെയാണത്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. നമുക്ക് സൂര്യ എന്താണെന്നും സൂര്യ കഥാപാത്രം അവിടെ വലിയ ഇൻവോൾവൊക്കെ ഉണ്ട്. ഒരു വലിയൊരു പുരാണത്തിന്റെ കഥകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആ കഥകളിലൂടെയും കടന്നു പോകുന്നു സിനിമയുടെ കഥ. അപ്പോൾ നിരവധി ട്രാക്കുകൾ വിട്ടുകൊണ്ട് നിരവധി കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിനിമയിലൂടെ കാണാൻ. ചിരിയാണ് ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ചിരിച്ചുകൊണ്ടൊരു യുദ്ധം ചെയ്യുക എന്നതാണ് ആ സിനിമയിൽ മെയിൻ കണ്ടന്റ് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക.
ഇവിടെ മാസോ ക്ലാസോ ഒന്നുമല്ല നോക്കുന്നത്. ഇവിടെ ചിരിച്ചുകൊണ്ടുള്ള യുദ്ധം എന്നാണ് ഈ കഥയിലെ പ്ലോട്ട് എഴുതുന്നത്. അപ്പോൾ സൂര്യൻ്റെ ഒരു വ്യത്യസ്തമായ, അതിൽ സൂര്യ ചിരിക്കുന്നില്ല. ഹാഫ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യ യഥാർത്ഥത്തിൽ ചിരിച്ചു തുടങ്ങി. ക്ലൈമാക്സിൽ പോലും അത്യാവശ്യത്തിന് മാത്രം ചിരിച്ചുകൊണ്ട് പിന്നെയും ചിരിയുടെ ഒരു, പക്ഷേ ജയറാമിൻ്റെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ജോർജ് ജോസ് രണ്ടാം അച്ഛനായിട്ട് ഒരുപാട് വിലസിയൊരു കഥാപാത്രമാണ്. എന്നാലും ജയറാം വെറും ഒരു വേണ്ടാത്തൊരു ക്യാരക്ടറായിപ്പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും അദ്ദേഹം ഏകദേശം അവിടെയും ഇവിടെയുമായിട്ടൊക്കെ ക്യാരക്ടർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു നല്ല മാർക്ക് കൂട്ടാനുള്ള ഒരു അഭിനയവും അതിൽ കാഴ്ചപ്പെട്ടില്ല. സൂര്യ കങ്കോയിനെക്കാട്ടിയും കുറച്ച് ബെറ്ററായി ഒരു സിനിമ എങ്ങനെ ചെയ്യണമെന്ന്, സൂര്യ എന്ന സിനിമ എങ്ങനെ ചെയ്യണമെന്നത് നമുക്ക് കാണിച്ചു തന്നതുപോലുള്ള ഒരു ഫീൽ, ഒരു മാസും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ആക്ഷന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം നമുക്ക് ഒരു മിക്സഡ് റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്ന് ഈ സിനിമയ്ക്ക് കിട്ടുക. ഫുള്ളായിട്ട് ഒരു റെസ്പോൺസ് ഈ സിനിമയ്ക്ക് കിട്ടില്ല. പലർക്കും പല അഭിപ്രായമായിരിക്കും, പല രീതിയായിരിക്കും. അപ്പോൾ ഈ സിനിമക്ക് കാർത്തിക് സുബ്രാജ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക്കും കൂടിയുള്ള, ഒരു റൊമാൻറ്റിക്കായ ഒരു എൻ്റർടൈൻമെൻറ്റും കൂടി ചേർന്ന ഒരു ചലച്ചിത്രമായിട്ടാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ബുക്കിലേക്ക് എഴുതി തള്ളാനുള്ള എല്ലാം എൻ്റർടൈൻമെൻ്റ് ആണെന്ന് നമുക്കറിയാം. സിനിമ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻ്റാണ്. ആ എൻ്റർടൈൻമെൻറ്റിലേക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ തന്നെ കടന്നു വന്നാലോ അത് വലിയൊരു ഭീകരം തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു വലിയൊരു മോസ്റ്റ് വെൽക്കം ചിലർക്ക് ഈ സിനിമ കാണുമ്പോൾ ഇഷ്ടപ്പെടും. എനിക്ക് അത്ര കൂടുതൽ ഇഷ്ടപ്പെട്ടോ എന്ന് എൻ്റെ അഭിപ്രായത്തിൽ ചോദിക്കുമ്പോൾ, എന്തായാലും സൂര്യക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യാനുള്ളതുണ്ട്. എന്നാലും അത്ര കഥ പോരാ എന്ന് തോന്നുന്നത്. എന്തൊക്കെയോ അവിടെ ഇവിടെയും നമുക്കൊന്നും മനസ്സിലാകാതെയും ഈ സിനിമ പോകുന്നതാണ്. കുറച്ച് ലാഗുണ്ട് എന്ന് തന്നെ പറയാം. എന്നാലും സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രശ്നവുമില്ല. നമുക്ക് കാണാൻ നല്ലൊരു മടുപ്പൊന്നും തോന്നുന്നില്ല. എന്നാലും അവിടെ ഇവിടെയും നമുക്ക് മനസ്സിലാവായ്മ ഈ സിനിമയിലുണ്ട്. അത് എന്താണ് ഈ കഥ ഉദ്ദേശിക്കുന്നതെന്നുള്ള പ്ലോട്ടാണ് നമുക്ക് ചിന്തയിൽ മാറുന്നത്. അത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ തമിഴ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഭാഷ അറിയുന്നതിന് പ്രശ്നമല്ല. ഇവർ എന്താണ് നമ്മളിലേക്ക് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രശ്നത്തെയാണ് നമുക്ക് അവിടെ കൺഫ്യൂഷൻസ് ചെയ്യിക്കുന്നത്. അത് പിന്നെ ഒരുപാട് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു പഴയ ഒരു കഥകളാണ് പിന്നെ കൊണ്ടുവരാൻ നോക്കുന്നത്. രണ്ടാം ഹാഫ് ഫസ്റ്റ് ഹാഫ് പോലെയല്ല. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ വേറെ തന്നെ രീതിയിൽ തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റും ഇതിൻ്റെ ഡയറക്ടർക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ മിക്സഡ് റെസ്പോൺസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ജെന്യൂനായിട്ടുള്ളൊരു അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൽ തന്നെയാണ് ഇപ്പോൾ റെട്രോ എന്ന് പറയുന്ന സൂര്യയുടെ മൂവിക്ക് കിട്ടുന്നത്. ഒരു ബിലോ അബവ് ആവറേജ് എന്തായാലും ഈ സിനിമയ്ക്കുണ്ടാവും. എന്തായാലും സിനിമ നല്ല ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച കളക്ഷൻ നേടുമെന്നതിൽ യാതൊരു ഉറപ്പും ഇല്ലായ്മയില്ല. കാരണം കളക്ഷൻ നേടാനുള്ള സിനിമയുണ്ട്, ആക്ഷനുണ്ട്, കോമഡിയുണ്ട്, ചിരിയുണ്ട്, എല്ലാ പ്രാധാന്യവും ഉള്ള ഒരു സിനിമയായതുകൊണ്ട് ലെറ്റ് ദ വാട്ടർ. നമുക്ക് ഇത് സിനിമയായിട്ട് തന്നെ കാണാം. മറ്റു പലതും ചിന്തിക്കാതെ ഒരു സിനിമ എങ്ങനെ ഒരു ഞായറാഴ്ച ഹോളിഡേ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ അത് റെട്രോയിലുണ്ട് എന്നത്, അവധിക്കാലം എൻജോയ് ചെയ്യാൻ റെട്രോ നമ്മളെ ആസ്വദിപ്പിക്കുന്നുണ്ട് എന്നത് നമുക്ക് കാണാം. ഇവിടെ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും പറയാനില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായം മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമ ഒരു ഗുഡ് സിനിമ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.